നമസ്കാരം. 2026 ഏപ്രിൽ മാസം പിറന്നിരിക്കുകയാണ്. ഭാരതീയ ജ്യോതിഷപ്രകാരം വളരെ നിർണായകമായ ഒരു മാസമാണിത്. മീനമാസത്തിന്റെ പകുതിയും മേടമാസത്തിന്റെ തുടക്കവും ഈ ഏപ്രിലിൽ വരുന്നു. പ്രകൃതി കണികണ്ടുണരുന്ന വിഷുവും ഈ മാസത്തിലാണ്. ഏപ്രിൽ 1 പൗർണമിയും 16 അമാവാസിയും വരുന്നു. ഏപ്രിൽ 18 വൈശാഖമാസം ആരംഭിക്കും. ഈ മാസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. ഏപ്രിൽ 14 വരെ സൂര്യൻ മീനം രാശിയിലാണ്. 14 സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ഭരണരംഗത്തും വ്യക്തിജീവിതത്തിലും വലിയ ഊർജ്ജമാറ്റം ഉണ്ടാക്കും. മറ്റൊന്ന് ശനിയുടെ അവസ്ഥയാണ്. ഏപ്രിൽ 10 വരെ ശനി മൗഢ്യത്തിലാണ്. 10-ാം തീയതിയോടെ ശനി മൗഢ്യം തീരുന്നത് തൊഴിൽ മേഖലയിൽ മരവിപ്പ് അനുഭവിച്ചിരുന്നവർക്ക് വലിയ ആശ്വാസമാകും. ബുധന്റെ നീചസ്ഥിതി ആശയവിനിമയങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. വ്യാഴം മിഥുനം രാശിയിൽ പുണർദത്തിൽ തുടരുന്നു. രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം രാശികളിലാണ്. രാഹു ചതയത്തിലാണ്. കേതു ഏപ്രിൽ 20 പൂരത്തിൽ നിന്നും മകത്തിലേക്ക് നിഷ്ക്രമിക്കും. തിരുവോണം നക്ഷത്രം. ചന്ദ്രന്റെ ആധിപത്യമുള്ള മകരക്കൂറിൽ വരുന്ന ശ്രവണ നക്ഷത്രം എന്നറിയപ്പെടുന്ന തിരുവോണക്കാർക്ക് ഈ മാസം ഗ്രഹനിലയിൽ വളരെ നിർണായകമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ചുറ്റുമുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് സ്വന്തം ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ കഴിയുന്ന ഒരു മാസമാണിത്. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സമ്മർദ്ദമാണ്. ചില സാഹചര്യങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ തിരുവോണക്കാരുടെ പ്രത്യേകതയായ വ്യക്തമായ കാഴ്ചപ്പാട് ഈ മാസം നിങ്ങൾക്ക് തുണയാകും. ദുഷ്പ്രേരണകളെ അനായാസം അതിജീവിക്കാനും നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതിനേക്കാൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എതിർപ്പുകളെ തമസ്കരണത്തിലൂടെ, അതായത് അവഗണനയിലൂടെ മറികടക്കാൻ നിങ്ങൾക്ക് ഈ മാസം പ്രത്യേക കഴിവുണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏപ്രിൽ മാസം വളരെ മികച്ചതാണ്. നിങ്ങളുടെ ഏകാഗ്രതയും ബുദ്ധിശക്തിയും ഈ മാസം വർദ്ധിക്കും. ഒപ്പമുള്ള സഹപാഠികളെക്കാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കാനും ലക്ഷ്യത്തിലെത്താനും നിങ്ങൾക്ക് സാധിക്കും. പഠനകാര്യങ്ങളിൽ ഉന്നതാധികാരികളുടെയോ അധ്യാപകരുടെയോ മാർഗനിർദ്ദേശങ്ങൾ തേടുന്നത് വളരെ ഗുണകരമാകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് തങ്ങളുടെ കൃത്യതയാർന്ന പ്രവർത്തനം കൊണ്ട് മികച്ച വിജയം നേടാൻ സാധിക്കും. അറിവ് സമ്പാദിക്കുന്നതിനോടൊപ്പം അത് പ്രാവർത്തികമാക്കാനും ഈ മാസം സാഹചര്യമൊരുങ്ങും. ജോലി അന്വേഷിക്കുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ അവസരങ്ങൾ വന്നെത്തും. ഇന്റർവ്യൂകളിൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഉദ്യോഗസ്ഥരെ ആകർഷിക്കും. കുറഞ്ഞ പരിശ്രമത്തിലൂടെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണിത്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ പ്രത്യേക പരിഗണന ലഭിക്കും. സംഘടനകളിലോ ഓഫീസിലോ ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ദീർഘയാത്രകൾ കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തുന്നവർക്ക് തൊഴിൽ രംഗത്ത് പുതിയ ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ കഴിയും. ഭാവി സംബന്ധിച്ച സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുടുംബത്തിന്റെ അഭിപ്രായം കൂടി ആരായുന്നത് കരിയറിലെ പിഴവുകൾ ഒഴിവാക്കാൻ സഹായിക്കും. സാമ്പത്തികമായി തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ തൃപ്തികരമാണ്. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം ഈ മാസം കൈവരും. ഈ വരുമാനം വീണ്ടും നിക്ഷേപിക്കുന്നതിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി പണം ലാഭിക്കാൻ ഈ മാസം ശ്രദ്ധിക്കുക. ഉന്നതരായ വ്യക്തികളിൽ നിന്ന് സാമ്പത്തികമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് ഭാവിയിലെ നിക്ഷേപങ്ങൾക്ക് ഗുണകരമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ പ്ലാനിംഗ് ഈ മാസം നിങ്ങൾക്കുണ്ടാകും. കുടുംബജീവിതം സമാധാനപരമായി മുന്നോട്ടു പോകും. വീട്ടിലെ സന്തോഷകരമായ അന്തരീക്ഷം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഈ മാസത്തെ ഏറ്റവും വലിയൊരു വിശേഷം മകളുടെ വിവാഹ കാര്യത്തിൽ ഏറെ നാളായി കാത്തിരുന്ന ശുഭ തീരുമാനം ഈ മാസം ഉണ്ടായേക്കാം എന്നതാണ്. ദീർഘകാലത്തെ യാത്രകൾക്ക് ശേഷം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ലഭിക്കുന്ന സമയം നിങ്ങൾ ആസ്വദിക്കും. ഭാവിയിലെ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. തിരുവോണ നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവ് തെളിയിക്കാനും ലക്ഷ്യങ്ങൾ നേടാനും കഴിയുന്ന സുവർണമാസമാണ് 2026 ഏപ്രിൽ. ദോഷങ്ങൾ അകറ്റാൻ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഭഗവാന് ധാരയോ പുഷ്പാഞ്ജലിയോ നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മാനസികമായ വ്യക്തത നൽകാൻ സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവിട്ടം നക്ഷത്രം.
അവിട്ടം നക്ഷത്രം മകര രാശിയിലും കുംഭം രാശിയിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ആദ്യത്തെ 2 പാദങ്ങൾ മകരക്കൂറിലും അവസാനത്തെ 2 പാദങ്ങൾ കുംഭക്കൂറിലുമാണ് വരുന്നത്. തൊഴിലിടത്തെ ആദരവും സാമ്പത്തിക സ്വസ്ഥതയും ഈ മാസത്തെ സവിശേഷമാക്കുന്നു. എങ്കിലും മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും ലഭിക്കുന്ന ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആദ്യമായി മകരക്കൂറിൽ വരുന്ന അവിട്ട നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് ഈ മാസം സ്വന്തം വ്യക്തിത്വം തെളിയിക്കാൻ സാധിക്കുന്ന കാലമാണ്. തൊഴിലിടത്തിൽ നിങ്ങൾ ആദരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. കാര്യങ്ങൾ സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കും. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പുതുമയുള്ള നിർദ്ദേശങ്ങൾക്ക് മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വലിയ സ്വീകാര്യത ലഭിക്കും. പഠനത്തിൽ സ്വന്തം ശൈലി പിന്തുടരുന്നത് വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടമുണ്ടാക്കും. കരിയറിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതിനുള്ള അനുകൂല സാഹചര്യം ലഭിക്കും. തൊഴിൽ തേടുന്നവർക്ക് മാസത്തിന്റെ 2ാം പകുതി മുതൽ മികച്ച അവസരങ്ങൾ വന്നെത്തും. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന വിമർശനങ്ങൾക്ക് കൃത്യവും തക്കതുമായ മറുപടി നൽകാൻ നിങ്ങൾക്ക് സാധിക്കും. സാമൂഹ്യ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാനും അതുവഴി നിങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ മാസം സാധിക്കും. ഇനി കുംഭക്കൂറിൽ വരുന്ന അവിട്ട നക്ഷത്രക്കാരിലേക്ക് വരാം. നിങ്ങൾക്ക് ഈ മാസം സാമ്പത്തികമായ ഉന്നതിക്കും കുടുംബ സന്തോഷത്തിനുമാണ് മുൻതൂക്കം. സാമ്പത്തികമായി വലിയ സ്വസ്ഥത ഈ മാസം പ്രതീക്ഷിക്കാം. ബിസിനസ്സുകാർക്ക് മുടക്കിയ മുതൽ തിരികെ കിട്ടിത്തുടങ്ങുന്നത് വലിയ ആശ്വാസമാകും. ബാങ്ക് വായ്പകൾ അഥവാ ലോൺ തുകകൾ കൃത്യമായി അടച്ചു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ആഡംബര കാര്യങ്ങൾക്കായി അല്പം പണം കൂടുതൽ ചെലവാക്കാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. സഹോദരങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കും. മകന്റെ പ്രത്യേക നിർബന്ധത്തിന് വഴങ്ങി പുതിയ വാഹനം വാങ്ങാൻ ഈ മാസം നിങ്ങൾ തീരുമാനമെടുത്തേക്കാം. മക്കളുടെ ആവശ്യങ്ങൾക്കായി സമയം കണ്ടെത്തുന്നതും അവരെ പിന്തുണയ്ക്കുന്നതും കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കും. സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നിങ്ങൾ പ്രത്യേകം നേരം കണ്ടെത്തും. സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കാനും നേതൃസ്ഥാനത്തേക്ക് വരാനും കുംഭക്കൂറുകാർക്ക് ഈ മാസം സാധിക്കുന്നതാണ്. 2 കൂറുകാർക്കും പൊതുവായി ഈ മാസം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നത് മാനസികമായ സംതൃപ്തി നൽകും. ജോലി അന്വേഷിക്കുന്നവർക്ക് മാസത്തിന്റെ 2ാം പകുതി വരെ ക്ഷമയോടെ കാത്തിരിക്കുക. ഏപ്രിൽ 15-ന് ശേഷം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. നിങ്ങളുടെ വാക്കുകൾക്ക് മൂർച്ചയുള്ള കാലമായതുകൊണ്ട് ചർച്ചകളിൽ മിതത്വം പാലിക്കുന്നത് അനാവശ്യ ശത്രുത ഒഴിവാക്കാൻ സഹായിക്കും. അവിട്ട നക്ഷത്രക്കാർക്ക് പ്രശസ്തിയും സാമ്പത്തിക ലാഭവും ലഭിക്കുന്ന മാസമാണ് 2026 ഏപ്രിൽ. ദോഷങ്ങൾ അകറ്റാൻ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. സ്വാമിക്ക് പാലഭിഷേകം നടത്തുകയോ ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുകയോ ചെയ്യുക. ചൊവ്വയുടെ ദോഷങ്ങൾ മാറാൻ കുമാരസൂക്തം ജപിക്കുന്നത് വിശേഷാൽ ഗുണം നൽകും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചതയം നക്ഷത്രം. കുംഭം രാശിയിൽ വരുന്ന ചതയം നക്ഷത്രക്കാർക്ക് ഈ മാസം ഗ്രഹനിലയിൽ അതീവ ശ്രദ്ധ വേണ്ട ചില മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ജന്മത്തിൽ രാഹുവും 7ാം ശനി തുടരുന്നതും ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും 5ാം ഭാവത്തിലെ വ്യാഴം നിങ്ങൾക്ക് വലിയൊരു സംരക്ഷണ കവചമായി നിൽക്കുന്നു. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം ആദിത്യൻ നിങ്ങളുടെ 2-3 ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ജന്മരാശിയിലെ രാഹുവിന്റെ സാന്നിധ്യം നിങ്ങളെ ചിലപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കിയേക്കാം. നിങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കായി നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളോ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എതിരാളികൾ നിങ്ങൾക്കെതിരെ നടത്തുന്ന പ്രചാരവേലകൾ കുറച്ചൊക്കെ ഫലിച്ചേക്കാം എന്നത് ഈ മാസം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇവിടെയാണ് നിങ്ങളുടെ മനക്കരുത്ത് വേണ്ടത്. അനാവശ്യമായ ചിന്തകൾക്ക് വിട്ടുകൊടുക്കാതെ ഏകാഗ്രത നിലനിർത്താൻ ശ്രമിക്കുക. 5ലെ വ്യാഴം നിങ്ങളുടെ ബുദ്ധിശക്തിയെ ശരിയായ ദിശയിൽ നയിക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏപ്രിൽ മാസം വളരെ നിർണായകമാണ്. കൊല്ലപരീക്ഷകൾ നടക്കുന്ന ഈ സമയത്ത് ചതയം നക്ഷത്രക്കാർക്ക് മികച്ച രീതിയിൽ തിളങ്ങാൻ സാധിക്കും. 5ാം ഭാവത്തിലെ ഗുരുവിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാനും പരീക്ഷകളിൽ മികച്ച വിജയം സ്വന്തമാക്കാനും നിങ്ങൾക്ക് കഴിയും. ഏകാഗ്രത കുറയുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രായോഗിക വിഷയങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് പരീക്ഷാഫലം മെച്ചപ്പെടുത്താൻ സഹായിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ഈ മാസം ലഭിച്ചിരിക്കും. ജോലി അന്വേഷിക്കുന്ന ചതയ നക്ഷത്രക്കാർക്ക് ഈ മാസം അല്പം ക്ഷമ ആവശ്യമാണ്.
ലക്ഷ്യത്തിലെത്താൻ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ വേണ്ടി വന്നേക്കാം. ഒരു തവണ പരാജയപ്പെട്ടാലും നിരാശപ്പെടാതെ വീണ്ടും ശ്രമിക്കുക. കാരണം മാസത്തിന്റെ രണ്ടാം പകുതിയോടെ ആദിത്യൻ 3-ാം ഭാവത്തിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ പ്രത്യയശാസ്ത്രങ്ങളോടും തത്വങ്ങളോടും ഇണങ്ങുകയും ചിലപ്പോൾ പിണങ്ങുകയും ചെയ്യാം. ഔദ്യോഗിക രംഗത്ത് അനാവശ്യ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ചതയ നക്ഷത്രക്കാർക്ക് ഈ മാസം ആശ്വാസമുണ്ടാകും. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ആദായം ഈ മാസം കൈവരുന്നതാണ്. ഈ പണം ഉപയോഗിച്ച് ഒരു തീർത്ഥയാത്ര നടത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നത് വലിയൊരു പുണ്യമായി മാറും. പുതിയ വീട് അന്വേഷിക്കുന്നവർക്കോ അല്ലെങ്കിൽ താമസം മാറാൻ ആഗ്രഹിക്കുന്നവർക്കോ അനുയോജ്യമായ ഒരു വീട് കണ്ടെത്താൻ ഈ മാസം സാധിക്കും. വസ്തു ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം. എങ്കിലും 7.5 ശനി ഉള്ളതുകൊണ്ട് വലിയ തുകകൾ കടം കൊടുക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബജീവിതത്തിൽ സമാധാനം നിലനിർത്താൻ ഈ മാസം ചില വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കുടുംബാംഗങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടാവാതെ നോക്കണം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് അനാവശ്യമായ പിണക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ഉള്ള ഇടപാടുകളിൽ വ്യക്തത പുലർത്തുക. നിങ്ങളുടെ ഭാഗത്തു നിന്ന് വിട്ടുവീഴ്ചകൾ ഉണ്ടാകുന്നത് കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. വ്യാഴത്തിന്റെ സ്വാധീനം കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ നൽകാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് ശ്രദ്ധയോടെയും പക്വതയോടെയും കൈകാര്യം ചെയ്യേണ്ട മാസമാണ് 2026 ഏപ്രിൽ. ദോഷങ്ങൾ അകറ്റാൻ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നീരാഞ്ജനം തെളിയിക്കുകയോ എള്ളുപായസം വഴിപാടായി സമർപ്പിക്കുകയോ ചെയ്യുക. കൂടാതെ രാഹുദോഷ ശമനത്തിനായി നാഗദേവങ്ങൾക്ക് 100 പാലും നൽകുന്നതും ഗുണകരമാകും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.